ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഇന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ രാത്രി ഒന്ന് പുറത്ത് പോണ വീഡിയോ ആണ്. സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോണ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ അതാ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറും ഇറച്ചിയൊക്കെ ഇരിക്കണ്ടായിരുന്നു, അതാണ് കേട്ടോ കഴിച്ചത്. ഇത് ഉച്ചയ്ക്ക് എടുത്ത ഷോർട്സിൻ്റെ ഇതാണ് കേട്ടോ. ഇത് തന്നെയായിരുന്നു ഞങ്ങൾ രാത്രി അത്താഴത്തിനും കഴിച്ചത്. അപ്പോൾ ആ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണേ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ സ്നാക്സൊക്കെ പൊരിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോണേ കേട്ടോ. അച്ഛന് അങ്ങനെ എന്തെങ്കിലും വേണം, അവൻ ചോറ് കാര്യമായിട്ട് തിന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെയാണ് കേട്ടോ താല്പര്യം. അപ്പോൾ ഈ മസാല നുറുക്കെന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് കഴിക്കാനാണ് അതാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നു, തിയേറ്ററിൽ വന്നു. ഒക്കെ വണ്ടി കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ കേട്ടോ. ഇതാണ് സിനിമ കിഷ്കിന്ധാകാന്ഡം. നല്ല സിനിമ കേട്ടോ, അത്യാവശ്യം നല്ല സിനിമയാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാ ജസ്റ്റ് ഞാൻ വീഡിയോയൊക്കെ ഒന്നും പിടിക്കണേ കേട്ടോ, പോസ്റ്ററിൻ്റെ വീഡിയോ പിടിക്കണേ കേട്ടോ. അതാ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കായും കൊച്ചും വന്നു. അതാ അവൻ പുറകിൽ കൈയൊക്കെ കെട്ടിക്കൊണ്ടാട്ടാ നടക്കണേ. അതാ ഇക്കായും വന്നു, ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റാണ് കിട്ടിയത്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അതാ ഇതാണ് കേട്ടോ പോസ്റ്റർ. ഞാൻ ജവഹറിലാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അതാ നിച്ചുക്കുട്ടനോട് ഇരിക്കുന്നുണ്ട്. നിച്ചുക്കുട്ടന് ഉള്ള സീറ്റ് എടുത്തുള്ള കേട്ടോ, ഞാൻ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആൾ വരാത്തതുകൊണ്ട് അവനവിടെ ഇരിക്കുന്നത്, ആൾ ഒന്നേ മണിക്കും. അത് കഴിഞ്ഞാൽ ഇൻട്രോയിലേക്കായി ഞങ്ങൾ ജസ്റ്റ് പുറത്ത് വന്നു. തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നത്. അവനൊക്കെ ഒരു പാക്കറ്റ് അത് മേടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് കയറി കേട്ടോ. അത് അനിച്ചുകൊട്ടിനും വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ സിനിമയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും പോകുന്നു കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകണം. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ ചെന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഉറക്കത്തിൻ്റെയൊക്കെ ഒരു മൂടായിരുന്നു നിച്ചൂസിന്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ എടുത്തതാണ്. ജസ്റ്റ് വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞില്ല വാപ്പച്ചിയുടെ ചെറിയ സർജറി എല്ലാം കഴിഞ്ഞ് വാപ്പച്ചിയുടെ ചെടികളൊക്കെ മേളിലേക്ക് ഇടുന്നു പറഞ്ഞില്ലേ, ചെടികളൊക്കെയാണ് ഉണ്ടായത്. ഞാനും വലിയ കാര്യമായിട്ട് നോക്കാറൊന്നുമില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് നനച്ചിടും. കറ്റാർവാഴ അതാ ഞാൻ എണ്ണ കാച്ചാൻ നേരത്ത് മേടിക്കുമ്പോൾ അതിൻ്റെ തൈ കൊണ്ടു ബാലൻസ് കൊണ്ട് ഞാൻ ചട്ടിയിൽ നട്ടു വയ്ക്കണേണ് കേട്ടോ. കുറച്ചൊക്കെ പോയി, മഴയൊക്കെ പെയ്തപ്പോൾ കുറച്ചൊക്കെ പോയി, ബാക്കി കുറച്ചതൊക്കെ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് രാവിലെ ഒന്ന് പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. വാപ്പിച്ച് ഡെയിലി നനച്ചുകൊണ്ടൊക്കെ നടക്കണമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് നനയ്ക്കും, പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് നനയ്ക്കാറൊന്നുമില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടാണ് നിൽക്കണേ. നേരത്തെ ഒട്ടുമില്ലായിരുന്നു, മൊത്തം വാടിക്കരിഞ്ഞ് നാശമായി നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതാ ഇവിടെ സൈഡിൽ ഞാൻ രണ്ട് മുളകും തൈ നട്ടാണ്ട് കേട്ടോ. അത് ഞങ്ങൾ ആദ്യം കിടന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടാണേ. അത് പൊടിച്ചുണ്ട്. ഈ ചെറിയ ചട്ടിയിൽ ഈ ചെറുത് ഒരു ഉണ്ടമുളകാട്ടോ, വയലറ്റ് കളർ ഉണ്ടമുളകാണ്, ഭയങ്കര പുകച്ചിലാണ് കേട്ടോ. അതാ ഇതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ അടുക്കളയിൽ നിന്നാൽ നേരെ കാണുന്ന ഇങ്ങനെ ഒരു കുടിയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെയല്ല, ഞങ്ങളിവിടെ റെൻറ്റിന് താമസിക്കുന്നതാണ്. ഇവർക്കിടെ തന്നെ അനിയൻ്റെ കൂടി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങി നന്നാക്കാത്തത്. ഞങ്ങൾക്കിവിടെ കുറച്ചാമത്തേക്കുള്ളൂ. അപ്പോൾ അതാ പെണ്ണിവിടെ വന്നിരിക്കണ്ട കേട്ടോ. പെണ്ണിവിടെ വന്നിരിക്കുന്നുണ്ട്. പെണ്ണിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരാൾ ഇരിക്കുന്നു, ഒന്ന് വണ്ടിയുടെ അടിയിൽ ഇരിക്കുന്നുണ്ട്. ഒരാളത് എൻ്റെ വണ്ടി മുകളിൽ ഷീറ്റൊക്കെ വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നു, പെണ്ണ് എൻ്റെ അടുത്തേക്ക് വന്നു. ഇതാ തുറക്കാണെന്ന് നോക്കി. അപ്പോൾ അതാ ജസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് അതാ ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇക്കുന്ന വണ്ടി പോയിട്ടില്ല, വണ്ടി ചെറിയ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വണ്ടി നന്നാക്കാൻ കൊണ്ടേക്കുവാണേ. അപ്പോൾ അതാ ഞാൻ ഇവിടെ ചുമ്മാ ഇറങ്ങി ഇരുന്നാൽ നിച്ചുകുട്ടന് അകത്തിരുന്ന് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഇറങ്ങി, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഞാൻ ഇറങ്ങിയിരുന്നാണ് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.